ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ ഫിംഗർ പ്രിൻറ്റ് ചില സമയത്തൊക്കെ വർക്കാകുന്നില്ല എന്ന് പല ആളുകളും പരാതി പറയാറുണ്ട്. ഞാനിപ്പോൾ ഈ മൊബൈൽ ഒന്ന് ഓഫ് ചെയ്യുകയാണ്, അതായത് സ്ക്രീൻ ലോക്ക് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, ഇവിടെ എത്ര പ്രാവശ്യം കൊടുക്കുമ്പോഴും അത് കറക്റ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ചില സമയത്ത് മാത്രമേ ഇത് കറക്റ്റായിട്ട് വർക്കാകുന്നുള്ളൂ. ഇപ്പോൾ കുറേ പ്രാവശ്യം ചെയ്തപ്പോൾ ഇപ്പം വർക്കായി. അങ്ങനെ ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്താണ് അതിന് കാരണം? എങ്ങനെ ഇതൊക്കെ പരിഹരിക്കാൻ സാധിക്കും? ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും. എന്താണ് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനുബന്ധിച്ചതിന് ശേഷം ഓളുന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, എന്താണ് ഇതിനു വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഞാൻ അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യണം. മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ബയോമെട്രിക് എന്ന ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇവിടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന ഈ ഒരു ഓപ്ഷനിലാണ് ബയോമെട്രിക് ഉള്ളത്. ഞാനിപ്പോൾ സാംസങ്ങിൻ്റെ മൊബൈലാണ് കാണിക്കുന്നത്. ഇവിടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വരിക. ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ബയോമെട്രിക് എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ബയോമെട്രിക്സ് എന്ന ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ലോക്കാണ് ഉപയോഗിച്ചത് അതിവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ലോക്കുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഞാനിവിടെ ഫിംഗർ പ്രിൻറ്റ് 2 ലോക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാനവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ മൊബൈലിൽ കൊടുത്ത ആ ഒരു സ്ക്രീൻ ലോക്ക് നമ്മൾ തിരഞ്ഞെടുക്കുക. ആ പാറ്റേൺ കൊടുത്ത ഉടനെ തന്നെ ഏറ്റവും മുകളിൽ 2 ഫിംഗർ പ്രിൻറ്റ് കൊടുത്തത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ രണ്ടും നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ റിമൂവ് കൊടുക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിമൂവ് കൊടുത്തു. അതിനുശേഷം ഇവിടെ റിമൂവ് താഴെ നിങ്ങൾ കാണാൻ സാധിക്കും റിമൂവ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് റിമൂവ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ ഫിംഗർ പ്രിൻറ്റും ഞാനിവിടെ സെലക്ട് ചെയ്തിട്ട് അതും ഞാനിവിടെ റിമൂവ് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിമൂവ്. ഇപ്പോൾ ഞാനിവിടെ ഫിംഗർ പ്രിൻറ്റ് കൊടുത്തതൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം നമുക്ക് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആപ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ്റെ ആ ഒരു ഓപ്ഷനാണ് ഇത്, ആപ്സ് എന്ന ഓപ്ഷൻ. അവിടേക്ക് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻസുകളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട്സ് അല്ല, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു 3 ലൈൻസ് പോലുള്ള ഒരു 3 ഡോട്ട്സ്. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ ഷോ സിസ്റ്റം ആപ്സ് എന്ന ഭാഗത്ത് ഓഫിലായിരിക്കും ഉണ്ടാക്കുക. ജസ്റ്റ് അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഓൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നിട്ട് ഇവിടെ ഓക്കെ എന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ സെർച്ച് ഐക്കൺ നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ സെർച്ച് ബാറിൽ ബയോമെട്രിക് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ് ബയോമെട്രിക് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ ബയോമെട്രിക്സ് എന്ന് വന്നിട്ടുണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെ ഈ ഭാഗത്ത് ഫോർ സ്റ്റോപ്പ് നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഓക്കെ കൊടുക്കുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വരിക. ഇവിടെ സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ക്ലിയർ കേച്ച് കൊടുക്കുക. ഇവിടെ ക്ലിയർ ഡാറ്റ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡിലീറ്റ് കൊടുക്കുക. ഓക്കെ, ഈ ഭാഗത്തുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമുക്കൊന്ന് ബാക്ക് വരാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്ന് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് നേരത്തെ നമ്മൾ തിരഞ്ഞെടുത്ത സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഇവിടെ കുറച്ച് താഴെ ബയോമെട്രിക് കാണാൻ സാധിക്കും. ബയോമെട്രിക്സ് എന്ന ഈ ഭാഗം തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഇവിടെ ഫിംഗർ പ്രിൻറ്റ്സ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈലിൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ പിൻ കോഡ് ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ പുതുതായിട്ട് ഫിംഗർ പ്രിൻറ്റ് നിങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്യുക. ഇവിടെ കണ്ടിന്യൂ എന്ന ഭാഗത്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇവിടെ രജിസ്റ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫിംഗർ ഇവിടെ കൊടുക്കുക. കൃത്യമായിട്ട് ഇവിടെ കൊടുക്കണം കേട്ടോ. ഞാനിവിടെ സ്ക്രീൻ ഗാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കൃത്യമായിട്ട് പ്രസ് ആകുന്നില്ല, എന്നാലും എനിക്ക് പെട്ടെന്ന് തന്നെ ഇത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങൾ അതേപോലെ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗവും ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ 100% ആയിട്ടുണ്ട്. താഴെ ഡൺ കൊടുക്കുക.
ഓക്കെ, ഇപ്പോൾ ഫിംഗർ പ്രിൻറ്റ് ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിത് പെട്ടെന്ന് തന്നെ വർക്കാകുന്നുണ്ടോ എന്ന് നോക്കാം. ഞാനിപ്പം ബാക്ക് വരാണ്. ബാക്ക് വന്നതിന് ശേഷം ഞാനിവിടെ ലോക്ക് ചെയ്യാണ്. ലോക്ക് ചെയ്തു. വീണ്ടും അത് തുറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇതാ കണ്ടോ, പെട്ടെന്ന് തന്നെ നമുക്കിനി അത് വർക്കാവും. നേരത്തെ ഒരു 4-5 പ്രാവശ്യം വെച്ചപ്പോഴാണ് വർക്കായത്. ഇതുപോലെ ഫിംഗർ പ്രിൻറ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങളുടെ മൊബൈലിൽ ഉപയോഗിച്ചാൽ മതി. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് നല്ല രൂപത്തിൽ വർക്ക് ചെയ്യിക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.